ഹായ് ടീം, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് ഇന്ന് മുതൽ എംപവറിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ഡിസ്ട്രിബ്യൂട്ടർ, DSC, പ്രൊമോട്ടർ, എല്ലാവരും തന്നെ TSM ഒക്കെ ലീഡ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റമേഴ്സിനോട് സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിലുള്ള ബുക്കിലോ ഡയറിയിലോ ഒക്കെ നോട്ട് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യാറ്? കസ്റ്റമറുടെ പേര്, ഏത് റീചാർജാണ് അവർ ചെയ്യുന്നത്, അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ റീചാർജ് ഡ്യൂ ആവുന്ന ഡേറ്റ്, എക്സ്പയർ ആവുന്ന ഡേറ്റ്, ഇതൊക്കെയാണ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നതും അവരെ ഫോളോ അപ്പ് ചെയ്യുന്നതും. ഇനി അത് വളരെ സ്മാർട്ടായിട്ട് നമ്മളുടെ കയ്യിലെ എംപവറിനകത്ത് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. മെയിൻ മെനു ക്ലിക്ക് ചെയ്യുക. അവിടെ കോളിംഗ് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. കോളിംഗ് ലിസ്റ്റിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുക. ക്യാമ്പയിനിൽ നിങ്ങൾക്ക് കാണാം സെൽഫ് ലീഡ് ക്യാമ്പയിൻ, താഴെ ആഡ് സെൽഫ് ലീഡ് കാണാം. ഒരു കസ്റ്റമറുടെ സെൽഫ് ലീഡ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് നോക്കാം. കസ്റ്റമറുടെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം, കസ്റ്റമറുടെ നമ്പർ, ആൻഡ് ദെൻ ആ കസ്റ്റമർ ഉപയോഗിക്കുന്ന റീചാർജ് വാല്യൂ, റീചാർജ് എമൗണ്ട് ഏതാണ് ചെയ്യുന്നത്, ഈ കസ്റ്റമറുടെ റീചാർജ് എക്സ്പയർഡ് ആവുന്ന ഡ്യൂ ഡേറ്റ് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം ആഡ് ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു ലീഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത്? സെൽഫ് ലീഡ് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുക. ഫോളോ അപ്പിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഈ കസ്റ്റമറെ വിളിക്കുന്നതിന് വേണ്ടി റൈറ്റ് സൈഡിലുള്ള ഗ്രീൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഫോൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംസാരിച്ചതിന് ശേഷം, അതായത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡ്സെറ്റിലുള്ള സിമ്മിൽ നമുക്ക് കോൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സംസാരിച്ചതിന് ശേഷം ആ സംസാരിച്ചതിൻ്റെ ഫീഡ്ബാക്ക് നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത്, കസ്റ്റമർ നോട്ട് ഇൻട്രസ്റ്റഡ്, ഫോൺ ഔട്ട് ഓഫ് കവറേജ്, കോൾ നോട്ട് ആൻസേർഡ്. കോൾ നോട്ട് ആൻസേർഡ് ഒക്കെ നോർമലി നമുക്ക് ഫോളോ അപ്പിലോട്ട് തന്നെ വീണ്ടും വരും. ഇനി കസ്റ്റമർ ആസ്ക്ഡ് ടു കോൾ ലേറ്റർ, അല്ലെങ്കിൽ പിന്നീട് വിളിക്കാൻ പറയുന്ന കേസസിൽ നമുക്ക് ഇതെങ്ങനെയാണ് റീഷെഡ്യൂൾ ചെയ്യുന്നത് എന്ന് നോക്കാം. റീഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കസ്റ്റമർ വിളിക്കാൻ പറഞ്ഞ ഡേറ്റും ടൈമും സെറ്റ് ചെയ്യാം. ഇനി അതല്ല, നാളെ ഇതേ സമയം വിളിക്കാൻ പറയുകയാണെങ്കിൽ ടുമാറോ അറ്റ് സെയിം ടൈം ക്ലിക്ക് ചെയ്യുക, റീഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കോള് വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെഡ്യൂൾ മാറി വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വീണ്ടും നാളെ അല്ലെങ്കിൽ ഏതാണോ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആ ടൈമിൽ വീണ്ടും കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്ന് മുതൽ കാണുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നും വ്യക്തമായിട്ടുള്ള ഡാറ്റ നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യുക. വ്യക്തമായിട്ട് വളരെ ഫലപ്രദമായിട്ട് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.